എന്താ പ്രശ്നം തോന്നുന്നു വരാൻ പറഞ്ഞ എന്ത്? എടാ ഇത് നിന്നോട് എങ്ങനെ പറയണമെന്നൊന്നും എനിക്ക് അറിഞ്ഞില്ല. എന്റെ ലൈനില്ല ലക്ഷ്മി, അവള് വേറൊരുത്തിന്റെ കൂടെ ബൈക്കിൽ ഇരുന്ന് പോണ ഞാൻ കണ്ടു. ഞാൻ ലക്ഷ്മിയായിട്ട് ബ്രേക്കപ്പ് ആയിട്ട് 2 മാസം കഴിഞ്ഞു. അതിനുശേഷം എനിക്ക് 3 പെണ്ണ് സെറ്റായി ഇവിടെ. അപ്പോഴാണ് എന്റെ ലക്ഷ്മി. ഇന്നലെ പാറു ഗുഡ് നൈറ്റ് മെസ്സേജ് ഇട്ടല്ലേ? മെസ്സേജ് ഇട്ടു ഇട്ടല്ലേ? ഉള്ളവരൊക്കെ അങ്ങനെയാണ്. പാറു ഞാൻ അമ്മു അല്ല. ഗുഡ് നൈറ്റ് അമ്മു. അമ്മു കുമ്മു ഈ എനിക്ക് നിന്നെ വേണ്ട. പോലെടി. അവളും ബ്രേക്കപ്പായി. കഷ്ടം. സുഹൃത്തുക്കളെ, ഇപ്രാവശ്യം എന്നെക്കാളും പ്രായം കൂടി ഒരു പെൺകുട്ടിയെ തന്നെ ഞാൻ സെറ്റാക്കി. അവളുടെ കെയറിങ്. ഇവിടുത്തെ എന്തിനാണ് എന്നെ ഇരിക്കണേന്ന് അറിയാമോ? രാവിലെ ഗുഡ് മോർണിംഗ് അയച്ചില്ല. അയ്യോ കൊണ്ട്. ഞാൻ ഇന്നലെ കൃത്യം 11 മണിക്ക് ഉറങ്ങി. ഞാൻ ഇന്നലെ ഉറങ്ങിപ്പോയി നേരത്തെ. മുതുക്കി കളവി പിന്നെ മുതുക്കി തന്നെ കളവി. നീ ഒന്നും എന്നെ ഉപദ്രവിക്കും. ഞാൻ എടുത്ത് തുറക്കണം. ഞാൻ വേണമില്ല. ഭയങ്കര സ്നേഹമുള്ളവളായിരുന്നു അവൾ. എനിക്ക് പാട്ടൊക്കെ പാടി തരുമായിരുന്നു. അവളും പോയി. ഇനി ഞാൻ കാരണം ഒരു ബ്രേക്കപ്പ് ഉണ്ടാവണ്ടെന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും ഒരു പെണ്ണിനെ സെറ്റാക്കി. എന്റെ മാലാക. ഈ ചിരി കണ്ടാണ് ഞാൻ വീണത്. പിന്നെ നിന്റെ ഈ കണ്ണു. സുമി സുമി പ്രേമിച്ച് ബ്രേക്കപ്പ് ആയതല്ലേ? നീയല്ലേ ചൂപ്പ് ഫ്ലാഗബി? അയ്യേ, ഞാൻ വീണ്ടും നിന്റെ കൂടെയാണ് റിലേഷനിലായത്. അത് തന്നെ. നിനക്ക് എത്ര ബോധമില്ലേടി? അത് പിന്നെ ഒരു വർഷം 19 ബ്രേക്കപ്പ് ആയപ്പോ ആരെയൊക്കെ പ്രേമിച്ചെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. അതുകൊണ്ട് ലെറ്റ്സ് ബ്രേക്കപ്പ്. ഇവളെന്റെ ഫീമെയിൽ വെർഷൻ ആണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. എനിക്കിനി പെണ്ണ് കിട്ടൂല. കാരണം ഞാൻ എല്ലാവരുടെയും ബ്രേക്കപ്പായി.